പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിലായിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പിടിയിൽ. കണ്ണൂരിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഒളിവിലിരുന്നു കൊണ്ട് തന്നെ പിടിക്കാനായി പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും വെല്ലുവിളിച്ചിരുന്ന ഇയാൾക്കെതിരെ 3 കേസുകളാണുള്ളത്. ആയങ്കിയെ എറണാകുളത്തേക്ക് കൊണ്ടുവരും. പുലർച്ചെ 2 മണിയോടെയാണ് അർജുൻ ആയങ്കി പിടിയിലായത്. കണ്ണൂരിലെ അഭിഭാഷകയുടെ വീട്ടിൽ ഒളിവിലിരിക്കുകയായിരുന്നു. DIGയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സാഹസികമായാണ് പിടികൂടിയത്. സംസ്ഥാനത്തിനകത്തും പുറത്തും അർജുൻ ആയങ്കിക്കായി വ്യാപകമായ അന്വേഷണമാണ് പോലീസ് നടത്തിയത്. ഇതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾ പ്രകോപനം തുടർന്നു. വാഹനങ്ങൾ മാറി മാറി ഉപയോഗിച്ചും മൊബൈൽ ഫോൺ വഴിതെറ്റിച്ചും അന്വേഷണ സംഘത്തിൻ്റെ കണ്ണ് വെട്ടിച്ചുമാണ് അർജുൻ ആയങ്കി യാത്ര ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നുവെന്ന സൂചന ലഭിച്ചെങ്കിലും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ ആയങ്കിയുടെ സഹോദരൻ അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പാലക്കാട്ടേക്കും തിരച്ചിൽ വ്യാപിപ്പിച്ചെങ്കിലും ഫലമുണ്ടായില്ല. പോലീസ് തിരച്ചിൽ നടത്തുന്ന സമയത്ത് തന്നെ താൻ ഇവിടെ ഉണ്ട് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ അവകാശപ്പെടുകയും ചെയ്തത് പോലീസിന് നാണക്കേടായിരുന്നു. പിന്തുണ വേണ്ട, പിന്നിൽ നിന്ന് കുത്തരുതെന്ന MV ജയരാജന് മറുപടിയുമായി അർജുൻ ആയങ്കി. തനിക്കെതിരെ MV ജയരാജൻ നടത്തിയ പ്രസ്താവനയ്ക്ക് ഫേസ്ബുക്കിൽ മറുപടിയുമായി അർജുൻ ആയങ്കി നേരത്തെ രംഗത്ത് വന്നിരുന്നു. കള്ളക്കേസിൽപ്പെട്ടത് പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതികരിച്ചതിനെന്ന് അർജുൻ ആയങ്കി ആരോപിച്ചു. അയിത്തം കൽപ്പിക്കുന്നതിന് മുൻപ് താൻ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും മയിലിൽ സഖാക്കളെ ആക്രമിച്ചിരുന്ന കോൺഗ്രസ് ക്രിമിനലിന് പോലീസിൻ്റെ അടികെട്ടിയപ്പോൾ അയാളെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിച്ചതിൻ്റെ 1% പോലും താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അർജുൻ ആയങ്കി പറഞ്ഞു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനാണ് തന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മറ്റെല്ലാവർക്കും തിരുത്താനും നവീകരിക്കാനും തിരിച്ചുവരാനുമുള്ള അവസരങ്ങളുണ്ട്. അർജുൻ ആയങ്കി ശത്രുക്കളെക്കാൾ വലിയ ശത്രുവാണെന്ന പോലെ വെടിവെച്ച് കൊന്നാൽ സന്തോഷമേ ഉള്ളൂ, അത് താൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയ MV ജയരാജൻ സഖാവിനോടാണ് അയിത്തം കൽപ്പിക്കുന്നതിന് മുൻപ്, തള്ളിപ്പറയുന്നതിന് മുൻപ് ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും 5 കിലോമീറ്റർ അപ്പുറത്തൊരു സഖാവിനെ കുത്തേൽക്കുമ്പോൾ രക്തം തിളച്ച് തിരിച്ചടിക്കാൻ വേണ്ടി സ്വന്തം ജീവനും ജീവിതവും മറന്ന് തിരിച്ചടിച്ചതിൻ്റെ ഭാഗമായി ജയിലിൽ കിടന്നിട്ടുണ്ടെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ആയങ്കി പറഞ്ഞിരുന്നു. ഈ പാർട്ടിയുടെ പ്രതിസന്ധികളിലെല്ലാം പേനയുന്തിയതിനും പ്രതികരിച്ചതിനും കൊണ്ടൊക്കെ കൂടിയാണ് താൻ കള്ളക്കേസിൽ ജയിലിലടയ്ക്കപ്പെട്ടത്. മയിലൊരു സഖാക്കളെ ആക്രമിച്ചിരുന്ന കോൺഗ്രസ് ക്രിമിനലിന് പോലീസിൻ്റെ അടികിട്ടിയപ്പോൾ അയാളെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിച്ചതിൻ്റെ 1% പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പിന്തുണ വേണ്ട, പിന്നിൽ നിന്ന് കുത്തരുതെന്നാണ് ആയങ്കിയുടെ കുറിപ്പിൽ പറയുന്നത്.